rupees 8,000 becomes rupees 10,000 in 2 years at a simple interest. So already പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റിനകത്ത് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. ഞാനൊരു തുക ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 8,000 റുപ്പീസ് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 വർഷം കഴിയുമ്പോൾ അത് 10,000 റുപ്പീസ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഓൾറെഡി നമുക്ക് അവിടെ പ്രിൻസിപ്പിൾ തന്നിട്ടുണ്ട്, എമൗണ്ട് തന്നിട്ടുണ്ട് അല്ലേ. സോ നമുക്കത് വെച്ചിട്ട് വേണമെങ്കിൽ ഇൻട്രസ്റ്റ് കാണാൻ പറ്റും. 2,000ൻ്റെയും 8,000ൻ്റെയും 10,000ൻ്റെയും ഡിഫറൻസ് എടുത്ത് കഴിഞ്ഞാൽ 2,000 ഇൻട്രസ്റ്റ് കിട്ടും. ഓക്കെ, സോ അവിടെ മിസ്സിംഗ് ആയിട്ട് കിടക്കുന്ന ഒരേ ഒരാളെന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. സോ നമുക്ക് ഇക്വേഷനകത്ത് ഇട്ട് കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ പറ്റും. എന്നിട്ട് എന്താ കാണാൻ പറഞ്ഞേ, ഫൈൻ ദ എമൗണ്ട് ദാറ്റ് വിൽ ബിക്കം rupees 6,875 in 3 years at the same rate of interest. മുകളിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിനകത്ത് തന്ന അതേ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വെച്ചിട്ട് ഞാൻ എത്രയോ തുക ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3 വർഷം കഴിയുമ്പോൾ 6,875 അല്ലേ. സോ അവിടുത്തെ പ്രിൻസിപ്പിളാണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ആദ്യം ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് എന്ത് കണ്ടുപിടിക്കണം, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം. ആ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വെച്ചിട്ട് സെക്കൻഡ് ക്വസ്റ്റ്യനകത്ത് വന്നിട്ട് എന്ത് കണ്ടുപിടിക്കണം, പ്രിൻസിപ്പിൾ കണ്ടുപിടിക്കണം. ഓക്കെ, സോ ആദ്യം ഞാൻ ഇൻട്രസ്റ്റിൻ്റെ ഇക്വേഷൻ ഇതുമാണ്, സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. സോ ഐ ഈക്വൽ ടു പിൻ എന്ന് പറയുന്ന ഫോമുല യൂസ് ചെയ്തു. ഓക്കെ, ഐ ഈക്വൽ ടു പിൻ എന്ന് പറയുന്ന ഫോമുല യൂസ് ചെയ്തു. ഇൻട്രസ്റ്റ് ആയിട്ട് ഞാൻ അവിടെ ജസ്റ്റ് 2,000 റുപ്പീസ് കൊടുക്കുവാണ്. ഈക്വൽ ടു ബിക്കോസ് 8,000 10,000ൻ്റെ ഡിഫറൻസ് ആണല്ലോ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്, പ്രിൻസിപ്പളിൻ്റെ എമൗണ്ടിൻ്റെ ഡിഫറൻസ് 2,000 കൊടുത്തു. ഈക്വൽ ടു പ്രിൻസിപ്പളായിട്ട് അവിടെ ഞാൻ 8,000 റുപ്പീസ് കൊടുത്തു. ഇൻറ്റു ഐ എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്, എനിക്കറിയില്ല, നമുക്കതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് വരുന്നത് 2 years അല്ലേ. സോ അവിടെ എന്ത് കൊടുത്തു, ഒരു ഇൻറ്റു 2 കൊടുത്തു. ഇനി ഇവിടുന്ന് നമ്മൾ ഒറ്റ സ്റ്റെപ്പിൽ ഐയുടെ വാല്യൂ, ഇൻട്രസ്റ്റ് റേറ്റ് കണ്ടുപിടിക്കണം. എങ്ങനെ കാൽക്കുലേറ്റർ എടുത്ത് കണ്ടുപിടിക്കുക, 2,000 ഡിവൈഡഡ് ബൈ ഇൻറ്റു 8,000, ഇങ്ങോട്ട് വരുമ്പോൾ ഡിവൈഡഡ് ബൈ 8,000 ആവുമല്ലോ. സോ 2,000 ഡിവൈഡഡ് ബൈ 8,000, അഗൈൻ അവിടെ ഒരു ഇൻറ്റു 2 ഉണ്ട്, ഇങ്ങോട്ട് വരുമ്പോൾ ഡിവൈഡഡ് ബൈ 2 അല്ലേ. അപ്പോൾ ഒറ്റ സ്റ്റെപ്പിൽ എനിക്ക് ആൻസർ കിട്ടും 0.125. എങ്ങനെ ചെയ്യാം, 2,000 ഡിവൈഡഡ് ബൈ 8,000 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു എന്ന് കാൽക്കുലേറ്റർ എടുത്ത് ചെയ്താൽ മതി. ഓക്കെ, സോ ഐയുടെ വാല്യൂ കിട്ടി. ഇതാണ് ഐയുടെ വാല്യൂ. അഥവാ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും R ഈക്വൽ ടു 12.5%. ഇൻട്രസ്റ്റ് റേറ്റിലോട്ട് മാറ്റുന്ന സമയത്ത് അത് 12.5% ആയിട്ട് മാറും ആണല്ലോ. ഇനി എന്താ എന്നോട് കാണാൻ പറഞ്ഞത്, ഞാൻ എത്രയോ തുക ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 വർഷം കഴിയുമ്പോൾ 3 വർഷം കഴിയുമ്പോൾ അത് എത്രയായിട്ട് മാറുമെന്ന് പറഞ്ഞത് 6,875. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ പ്രിൻസിപ്പളെ കാണാൻ പറഞ്ഞത്. സോ അവിടുത്തെ ഇൻട്രസ്റ്റ് നമുക്ക് അറിയില്ല, അതുകൊണ്ട് എമൗണ്ടിൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടി വരും. എ ഈക്വൽ ടു പി ഇൻറ്റു 1+IN. ഇതാണല്ലോ നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കേസിൽ എമൗണ്ട് കാണാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇക്വേഷൻ. സോ എമൗണ്ടിൻ്റെ സ്ഥാനത്ത് ഞാൻ 6,875 കൊടുത്തു. പ്രിൻസിപ്പൾ എനിക്ക് അറിയില്ല, കണ്ടുപിടിക്കണം. ഇൻറ്റു 1+I ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചതുണ്ട് അല്ലേ, 0.125. ഇതിനെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോവാണ്. സോ 0.125 ഇൻറ്റു എന്നിൻ്റെ സ്ഥാനത്ത് നമ്മൾ 3 years ഇട്ട് കൊടുക്കേണ്ടി വരും. ഓക്കെ, സോ ഇത് കാൽക്കുലേറ്റർ എടുത്ത് ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റർ എടുത്ത് കണ്ടുപിടിക്കുക, പിയുടെ വാല്യൂ കാണണം. ഓൾറെഡി 6,875 എന്ന് കാൽക്കുലേറ്ററിനകത്ത് ടൈപ്പ് ചെയ്യുക അല്ലേ. ആദ്യം നമുക്ക് ബ്രാക്കറ്റ് ചെയ്യാം. ബ്രാക്കറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഓക്കെ ആണല്ലോ. സോ മെമ്മറി പ്ലസ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ റെസിപ്രോക്കലിൻ്റെ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടോ നമുക്ക് ചെയ്യാൻ പറ്റും. ആദ്യം ബ്രാക്കറ്റിനകത്തുള്ള വാല്യൂ 0.125 ഇൻറ്റു 3 + 1. അപ്പോൾ എനിക്ക് ബ്രാക്കറ്റിനകത്ത് 1.375 കിട്ടും അല്ലേ. ഈ 1.375 അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പം ഡിവിഷൻ ആവും. സോ ഞാൻ മെമ്മറിയിൽ സേവ് ചെയ്തു, M+ അടിച്ചു, 6,875 ഡിവൈഡഡ് ബൈ MRC ഈക്വൽ ടു, സോ എനിക്ക് ആൻസർ കിട്ടി P ഈക്വൽ ടു 5,000 റുപ്പീസ്. സോ ഇതാണ് നമുക്കതിൻ്റെ പ്രിൻസിപ്പളായിട്ട് കിട്ടുന്നത്. ഓക്കെ, സോ ജസ്റ്റ് കാൽക്കുലേറ്റർ ഫംഗ്ഷൻ ഒന്ന് എഴുതി തരാം. അതായത് നമ്മൾ ഒറ്റ ഫംഗ്ഷനിൽ ചെയ്യുവാണെങ്കിൽ എങ്ങനെ ചെയ്യാം, 0.125 ഇൻറ്റു 3 എന്ന് കാൽക്കുലേറ്ററിനകത്ത് അടിക്കും, +1 അടിക്കും, എന്നിട്ട് M+ അടിക്കാം. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ 6,875 ഡിവൈഡഡ് ബൈ MRC ഓൾറെഡി സേവ് ചെയ്ത് വെച്ച വാല്യൂവിനെ വിളിക്കുക, ഈക്വൽ ടു അടിക്കുക. സോ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും 5,000. ഓക്കെ ആണല്ലോ. ഓപ്ഷൻ ബി.